ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുണ്ണികളെ, ഇന്ന് നാം ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 31-32 വാക്യങ്ങളാണ്. വേറൊരു ഉപമ അവൻ അവരോട് പറഞ്ഞു. സ്വർഗരാജ്യം ഒരുവൻ വയലിൽ പാകിയ കടുകുമണിക്ക് സദൃശം. അത് എല്ലാ വിത്തിനേക്കാൾ ചെറുതാണ്. എന്നാൽ വളർന്നു കഴിയുമ്പോൾ അത് മറ്റു ചെടികളേക്കാൾ വലുതായി ആകാശപ്പറവകൾ വന്ന് അതിൻ്റെ ശിഖരങ്ങളിൽ ചേക്കേറാൻ തക്കവിധം മരമായി തീരുന്നു. പ്രിയമുള്ളവരെ, ഈ വചനഭാഗമാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. ഞാൻ എൻ്റെ തിരുപ്പട്ടത്തിനു വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ദൈവം വെളിപ്പെടുത്തി തന്നൊരു വചനഭാഗം കൂടിയാണ് ഇത്. പ്രിയമുള്ളവരെ, ഞാൻ 11 വർഷം വൈദിക പരിശീലനം നടത്തി തിരുപ്പട്ടത്തിന് ഏറ്റവും അടുത്ത വാർഷിക ധ്യാനം അന്ന് കൊടകര BLM ആളൂർ ധ്യാന കേന്ദ്രത്തിലാണ് ഞങ്ങൾ ഡീക്കന്മാർക്ക് ധ്യാനം. ഞാൻ ആ ധ്യാനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞാൻ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു, ദൈവമേ, നീ എന്നെ ഒരു പുരോഹിതനാകാനാണ് വിളിച്ചിരിക്കുന്നത് എന്ന് എനിക്കറിയാം. ഈ 11 വർഷം ഞാൻ ചിന്തിച്ചപ്പോഴും നീ എന്നെ ഒരു പുരോഹിതനാകാനാണ് വിളിച്ചത് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. എങ്കിലും എനിക്കൊരാഗ്രഹമുണ്ട്, ഈ ധ്യാനത്തിനിടയിൽ എന്നെ പുരോഹിതനാകാൻ തന്നെയാണ് നീ വിളിച്ചത് എന്ന് എനിക്കൊരു അടയാളത്തിലൂടെ ഒരു അടയാളം നൽകി സ്ഥിരീകരിക്കണം. അത് മാത്രമേ എനിക്ക് ഈ ധ്യാനത്തിലൂടെ ഒരു നിയോഗമുള്ളൂ. ഞാൻ ധ്യാനത്തിലേക്ക് പ്രവേശിച്ചു. ഞാൻ ഓരോ ദിവസവും ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, ഒരടയാളം എനിക്ക് കാണിച്ചു തരണം, ഒരു അടയാളം കാണിച്ചു തരണം. ഞാൻ അടയാളങ്ങൾക്ക് വേണ്ടി പരിധി തുടങ്ങി. ഞാൻ ചുമരിലേക്ക് നോക്കും, ഞാൻ മുകളിലേക്ക് നോക്കും. എൻ്റെ വിചാരം ദൈവം ഇങ്ങനെ ഒരു അടയാളം കാണിച്ചു തരും. അതിനു മുമ്പ് ഞാൻ മുരിങ്ങൂർ ധ്യാന കേന്ദ്രത്തിൽ പോയപ്പോൾ അവിടെ ഈ ധ്യാനത്തിനിടയിൽ അത്ഭുതങ്ങളും രോഗശാന്തികളും നടക്കണത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്, സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ വന്നിട്ടുള്ള ആളുകളൊക്കെ സാക്ഷ്യം പറയുമ്പോൾ പറയാറുണ്ട്, ധ്യാനത്തിനിടയിൽ ഇങ്ങനൊരു വെളിച്ചം കണ്ടു, ഒരു കാറ്റ് കണ്ടു, പൊള്ളണത് പോലൊരു അനുഭവം ഉണ്ടായി, യേശുവിൻ്റെ മുഖം ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ട് കണ്ടു എന്നൊക്കെ. ഞാനും വിചാരിച്ചു ഈ ധ്യാനത്തിനിടയിൽ എനിക്ക് ദൈവം എൻ്റെ പൗരോഹിത്യത്തിൻ്റെ വിളി സ്ഥിരീകരിക്കാൻ ഒരു അടയാളം കാണിച്ചു തരും. അങ്ങനെ 4 ദിവസങ്ങൾ കഴിഞ്ഞുപോയി. 4ാമത്തെ ദിവസവും ധ്യാനത്തിനിടയിൽ ഒരു അടയാളവും എനിക്ക് ലഭിച്ചില്ല. 5ാമത്തെ ദിവസം ആയപ്പോൾ എനിക്ക് നിരാശ കുറേശ്ശെ വന്നു. ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഒരു അടയാളം മാത്രമല്ലേ ഞാൻ ചോദിച്ചുള്ളൂ, ഒരു അടയാളം പോലും നീ എനിക്ക് കാണിച്ചു തരാതെ ഞാൻ ഇവിടെ നിന്ന് പോകേണ്ടി വരുമോ? എൻ്റെ മനസ്സിൽ അതൊരു സങ്കടമായി. ഞാനത് ആ കുർബാനയിൽ അത് വെച്ച് പ്രാർത്ഥിച്ചു. ഇപ്പോഴുള്ളവർ അത് കഴിഞ്ഞ് ഞാൻ അടയാളങ്ങളൊന്നും കാണണില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇനി ബൈബിൾ എടുത്തൊന്ന് തുറന്നു നോക്കാം. ഒരുപക്ഷെ ദൈവം എന്നോട് നിന്നെ പുരോഹിതനാകാനാണ് വിളിച്ചത് എന്ന് ബോധ്യപ്പെടുത്താൻ അനുയോജ്യമായൊരു വചനം നൽകിയാലോ. ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു, ദൈവമേ ചതിക്കരുത്, എനിക്കതിന് കറക്റ്റായിട്ടുള്ളത് ഒരെണ്ണം പറഞ്ഞു തരണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചാണ് ഞാൻ ബൈബിൾ നിവർത്തി നോക്കിയത്. ഞാൻ നിവർത്തി നോക്കിയതേ കണ്ട വചനഭാഗം ഈ വായിച്ച വചനഭാഗമാണ്. കണ്ടതേ എൻ്റെ മനസ്സ് ചത്തു. കാരണം ഞാൻ എലക്റ്റീവ്സായിട്ട് ഉപമകൾ പഠിച്ചതാണ്, എത്രയോ തവണ വായിച്ചൊരു വചനഭാഗം. പക്ഷേ ഈ വചനം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ, ഇതിലെന്തടയാളം? ഞാൻ അത് ഒരു ആവൃത്തി വായിച്ചു, പിന്നെയും വായിച്ചു, പിന്നെയും വായിച്ചുകൊണ്ടേയിരുന്നു. ഈ 2 വചനങ്ങൾ മാത്രം ഞാൻ വായിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഒരു വലിയ സത്യം, ഒരു ചിന്ത ഇങ്ങനെ തെളിഞ്ഞു വന്നു. ഇവിടെ ദൈവം സ്വർഗത്തെ മനുഷ്യന് സംവദിക്കുകയാണ്. സ്വർഗരാജ്യത്തോളം ഒരു സൃഷ്ടി വളർച്ച നേടുന്നത്, പടർച്ച നേടുന്നത് എങ്ങനെയെന്ന് യേശു പറയുവാണ്. ഒരു കടുകുമണി മുളച്ചുപൊന്തി അതിൽ ശിഖരങ്ങളുണ്ടായി, ആ ശിഖരങ്ങളിൽ ഏതൊക്കെയോ പറവകൾക്ക് ചേക്കേറാൻ അത് താങ്ങും തണലുമായി, കൂടും തീറ്റിയുമായി, ഇരിപ്പിടമായി, ആശ്വാസഭയവുമായി തീരുമ്പോഴാണത്രേ ഒരു കടുകുമണിത്തൈയുടെ ജീവിതത്തിൻ്റെ പൂർണ്ണത. ഒരു കടുകുമണിത്തൈ
സ്വർഗത്തോളം വലുപ്പം നേടണത് എന്ന് ഞാൻ പെട്ടെന്ന് അവിടെ ഇരുന്ന് ചിന്തിച്ചു. സ്വാഭാവിക സൃഷ്ടിപരതയാണ് ഒരു സൃഷ്ടിയുടെ, ഒരു ജന്മത്തിന്റെ പൂർണ്ണതയെങ്കിൽ, ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ഒരു പുരുഷന്റെ ജീവിതത്തിന്റെ പൂർണ്ണത എന്ന് പറയുന്നത് മക്കളെ ഉൽപ്പാദിപ്പിക്കലാണ്, മക്കൾക്ക് പിറവി നൽകുന്നതാണ്, മക്കൾക്ക് ജന്മം നൽകുന്നതാണ് എങ്കിൽ, സ്വാഭാവിക സൃഷ്ടിപരതയാണ് ഒരു ജന്മത്തിന്റെ പൂർണ്ണതയെങ്കിൽ, യേശു പറയേണ്ടിയിരുന്ന ഉത്തരം എന്താ? യേശു പറയേണ്ടിയിരുന്നത് എങ്ങനെയാ? ഒരു കടുകുമണി മുളച്ചു പൊന്തി അതിൽ ശിഖരങ്ങൾ ഉണ്ടായി, ആ ശിഖരങ്ങൾ നിറയെ കടുകുമണി ഉണ്ടാകുമ്പോഴാണത്രേ, കടുകുമണി ഉണ്ടാകുന്നത് പോലെയാണത്രേ സ്വർഗരാജ്യം എന്നല്ലേ? പക്ഷെ യേശു അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. യേശു എന്താ പറഞ്ഞത്? ഒരു കടുകുമണി തൈയെ സ്വർഗത്തോളം സാദൃശ്യപ്പെടുത്തുന്നത് ഒരു കടുകുമണി മുളച്ചു പൊന്തി അതിൽ ശിഖരങ്ങൾ ഉണ്ടായി, ആ ശിഖരങ്ങളിൽ ഏതൊക്കെയോ പറവകൾക്ക് കൂടുകൂട്ടാൻ, ഇരിപ്പിടമാകാൻ, തീറ്റിയാകാൻ, ആശ്വാസമാകാൻ, ഇരിപ്പിടമാകാൻ അത് സാധ്യമാകുമ്പോഴാണെന്ന്. പ്രിയമുള്ളവരെ, ഞാൻ പെട്ടെന്ന് അവിടെ ഇരുന്ന് കരഞ്ഞുപോയി. കാരണം എൻ്റെ ദൈവം എന്നോട് സംസാരിച്ചെന്ന് എനിക്ക് തോന്നി. ദൈവം എന്നോട് പറയുന്നത് പോലെ, മോനോ, നീ വിവാഹം കഴിച്ച് മക്കളെ ഉൽപ്പാദിപ്പിക്കുന്നതല്ല നിന്റെ ജീവിതത്തിന്റെ നിയോഗം. നിന്റെ ജീവിതത്തിന്റെ നിയോഗവും പൂർണ്ണതയും നിന്റെ ഈ ജീവിതം കൊണ്ട് നീ കടന്നു പോകുന്നതിന് മുമ്പ് എത്ര പേർക്ക് നിനക്ക് ആശ്വാസമാകാനാകും, എത്ര പേർക്ക് നിനക്ക് ഇരിപ്പിടമാകാനാകും, എത്ര പേർക്ക് നിനക്ക് കൂടാകാനാകും, എത്ര പേർക്ക് നിനക്ക് തീറ്റിയാകാനാകും, എത്ര പേർക്ക് നിനക്ക് ആയിത്തീരാനാകും. അപ്പോഴാണ് ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, നീ എനിക്കൊരു അടയാളം നൽകി. എൻ്റെ ഈ ദൈവവിളിയുടെ അടയാളം, ദൈവമേ നന്ദി എന്ന് പറഞ്ഞ് ഞാനന്ന് ദൈവത്തിൻ്റെ മുമ്പിൽ കുറേ നേരം കരഞ്ഞ് നന്ദി പറഞ്ഞതും പ്രാർത്ഥിച്ചതും ഓർക്കുന്നു. ഞാനിത് നിങ്ങളുമായിട്ട് പങ്കുവെച്ചത് ഈ ഒരു വചനത്തിനെ നമ്മുടെ ജീവിതവുമായിട്ടൊന്ന് ചേർത്ത് വെച്ച് ചിന്തിക്കേണ്ടതുണ്ട് എന്ന് ബോധ്യപ്പെടുത്താനാണ്. പ്രിയമുള്ളവരെ, ഞാൻ റീജൻസി ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ റീജൻസി ചെയ്തിരുന്ന 2 മക്കളുണ്ടായിരുന്നു. ബിജു എന്നും ബൈജു എന്നും പറയുന്ന 2 മക്കൾ. അവർ തൃശ്ശൂർ പൂരപ്പറമ്പിൽ നിന്നും തൃശ്ശൂരിലെ ആശുപത്രി വരാന്തയിൽ നിന്ന് കിട്ടിയ 2 മക്കളാണ്. അപ്പനാരാണ് അമ്മയാരാണ് എന്നറിയാത്ത 2 മക്കൾ. ഇവരാണ് അവിടെ എന്നോടുകൂടെ ശുശ്രൂഷ ചെയ്തിരുന്നത്. ഇവരെ സിസ്റ്റേഴ്സ് എടുത്ത് ക്രിസ്റ്റീനിയ സോം എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൽ വളർത്തി വലുതായി കഴിഞ്ഞപ്പോൾ ഈ സ്ഥാപനത്തിൽ ശുശ്രൂഷകളും ജോലികളും ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടുവന്ന നമ്മുടെ രൂപതയുടെ, അതിരൂപതയുടെ, നമ്മുടെ സഭയുടെ സന്താനങ്ങളാണ് അവർ. അപ്പനാരാണ് അമ്മയാരാണെന്ന് അറിയാത്ത ടോട്ടലി ഓർഫൺസ് ആയിട്ടുള്ള 2 മക്കൾ. ഇവിടെയുള്ളവരെ ഒരിക്കൽ ഇവൻ എന്നോട് ചോദിച്ചു, ബൈജു എന്നോട് ചോദിച്ചു, അച്ഛൻ്റെ അപ്പനാരാണ് അമ്മയാരാണ്? ഞാൻ പറഞ്ഞു, ജോർജ്, ലില്ലി. അവൻ എന്നോട് ചോദിച്ചു, എൻ്റെ ഗാർഡിയൻസ് ആരാണെന്ന് അച്ഛനറിയൂ? ഞാൻ പെട്ടെന്ന് വിചാരിച്ചു, ഇവൻ്റെ ഗാർഡിയൻസ് ആരാണെന്ന് ഇവനറിയൂ? ഞാൻ ചോദിച്ചു, മോനെ, നിന്റെ ഗാർഡിയൻസ് ആരാണ്? അവൻ പറഞ്ഞു, അച്ഛൻ അറിയണോ? ഞാൻ പറഞ്ഞു, എനിക്കറിയണം. അവൻ പറഞ്ഞു, എൻ്റെ ഗാർഡിയൻസ് കല്ലുകൊണ്ടും മണ്ണുകൊണ്ടും ഉണ്ടാക്കിയ ഒരു കെട്ടിടമാണ്. ഞാൻ പറഞ്ഞു, കല്ലുകൊണ്ടും മണ്ണുകൊണ്ടും ഉണ്ടാക്കിയ കെട്ടിടം? അവൻ പറഞ്ഞു, എന്തേ അച്ഛന് മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞില്ല. അവൻ പറഞ്ഞു, SSLC ബുക്കിലും സ്കൂളിലെല്ലാം ഗാർഡിയൻസിന്റെ കോളത്തിൽ, രക്ഷിതാവിന്റെ കോളത്തിൽ എഴുതുന്നത് സെന്റ് ക്രിസ്റ്റീനാസോം പുല്ലഴി എന്നാണ്. അത് കല്ലുകൊണ്ട് മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ ഒരു കെട്ടിടമാണ്. നിന്റെ രക്ഷിതാക്കൾ ആരെന്ന് ചോദിക്കുമ്പോൾ ഒരു കെട്ടിടത്തിലേക്ക് നോക്കി കരയേണ്ടി വരുന്ന 2 മക്കൾ. ഒരിക്കൽ അവൻ എന്നോട് ചോദിച്ചു, അച്ഛൻ്റെ ജന്മദിനം എന്താണ്? ഞാൻ പറഞ്ഞു, ഇന്നതാണ് എൻ്റെ ജന്മദിനം. അവൻ എന്നോട് ചോദിച്ചു, എൻ്റെ ജന്മദിനം ഏതെന്നറിയൂ? ഞാൻ പറഞ്ഞു, മോൻ്റെ ജന്മദിനം എന്താ? അവൻ പറഞ്ഞു, അച്ഛൻ ആ ജന്മദിനത്തിന് ആഘോഷിക്കൂ, ചെലവ് ചെയ്യൂ? ഞാൻ പറഞ്ഞു, ചെയ്യാം. എന്നാ? അവൻ പറഞ്ഞു, പറഞ്ഞ ചെയ്യണം. ഞാൻ പറഞ്ഞു, ചെയ്യാം. അവൻ പറഞ്ഞു, എൻ്റെ ജന്മദിനം ഏപ്രിൽ 1, 2, 3 തീയതികളിലാണ്. ഞാൻ പറഞ്ഞു, നീ എന്താ പറയണത്? അവൻ പറഞ്ഞു, അതെ, എൻ്റെ ജന്മദിനം, ബർത്ത്ഡേ, ജനിച്ച ദിവസം അതല്ലേ, ഏപ്രിൽ 1, 2, 3. ഞാൻ പറഞ്ഞു, ഇതെന്താ ഇങ്ങനെ? നീ എന്താ വലിയ സൃഷ്ടിയാണ് 3 ദിവസമായിട്ട് ജന്മം കൊള്ളാൻ? അവൻ പറഞ്ഞു, എന്നെ പൂരപ്പറമ്പിൽ നിന്നാണ് കിട്ടിയത്. അപ്പോൾ തന്നെ ഞാൻ ഉറുമ്പരിച്ച് ഞാൻ കിടന്നിരുന്ന എന്നെ ഉടൻ തന്നെ അടിയന്തരമായ ആശുപത്രിയിൽ കൊണ്ടുപോയി. അപ്പോൾ എന്നെ അവിടുത്തെ ഏപ്രിൽ 3-ാം തീയതിയാണ് എന്നെ കിട്ടിയത്. അപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു, കുട്ടിക്കൊരു 3 ദിവസത്തെ പഴക്കം തോന്നുന്നു, അതുകൊണ്ട് ആശുപത്രി രേഖയിൽ ഏപ്രിൽ 1 എന്നിട്ടു.
എന്നെ എടുത്തു വളർത്തിയ ഈ ക്രിസ്റ്റീന സോമിന്റെ രജിസ്റ്ററിൽ സിസ്റ്റർ പറഞ്ഞു, ഏപ്രിൽ 1 വിഡ്ഢി ദിനമല്ലേ, വേണ്ട ഏപ്രിൽ 2 ഇട്ടാൽ മതി. അവിടെ ഏപ്രിൽ 2 കിടക്കുന്നത്. സ്കൂളിലേക്ക് കൊണ്ടുപോയ സിസ്റ്റർ ഏപ്രിൽ 3 എന്ന് കൊടുത്തു. എൻ്റെ രജിസ്റ്ററിൽ 3 ജന്മദിനങ്ങളാണ്. ഇതിലേതാണ് എൻ്റെ എന്ന് ആർക്കറിയാം? എന്നെ പ്രസവിച്ച അമ്മയോ ജന്മത്തിന് കാരണമായ അപ്പനോ പറഞ്ഞു തന്നിട്ടില്ലല്ലോ. പ്രിയമുള്ളവരെ, ആ മോൻ എന്നോട് പറഞ്ഞു, എങ്കിലും ഞാൻ എൻ്റെ ജന്മദിനം ആഘോഷിക്കുക ഏപ്രിൽ 1 തീയതിയാണ്. അന്നല്ലേ ലോക വിഡ്ഢി ദിനം. എന്നെ ഒരു വിഡ്ഢിയാക്കി ലോകത്തിലേക്ക് തള്ളിയിട്ട് എൻ്റെ അപ്പായും അമ്മയും രക്ഷപ്പെട്ട ദിവസം അന്നല്ലേ. ആ മോൻ കരയാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, ക്രിസ്തുമസ്, ഓണം, ഈസ്റ്റർ ഒക്കെ ആകുമ്പോൾ ഞങ്ങൾ സ്ഥാപനത്തിൽ നിന്നും ഭവനത്തിലേക്ക് അതാത് ആളുകൾ പോകും. ഈ 2 മക്കൾ അവർക്ക് എവിടെ പോകാനാണ്? അപ്പോൾ അവര് ഈ സ്ഥാപനത്തിൽ തന്നെ ഉണ്ടാകും. ഒരു ദിവസം ഞാൻ ഓണത്തിന് വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ എന്നോട് ചോദിച്ചു, അച്ഛാ എന്നെയും കൂടെ വീട്ടിലേക്ക് ഒന്ന് കൊണ്ടുപോകും, ഞാനൊന്ന് വരട്ടെ. ഞാൻ പറഞ്ഞു, അപ്പോ ഇവിടെ ആരാ? അപ്പൊ ബിജു എന്നോട് പറഞ്ഞു, ഞാൻ ഇവിടെ നിൽക്കാം, അവനാ ഭയങ്കര ആഗ്രഹം, അവനെ കൂടെ കൊണ്ടുപോകും. ഞാൻ അവനെയും കൊണ്ട് വീട്ടിൽ ചെന്നു. ചെന്ന് ഭക്ഷണം ഒക്കെ പാകം ചെയ്യാൻ അവൻ സഹായിച്ചു. പിന്നെ ചിരിച്ചു കളിച്ച് തമാശകൾ പറഞ്ഞ് ഭക്ഷണം കഴിച്ചു. അതിനുശേഷം എല്ലാവരും ഇരുന്ന് വർത്തമാനം പറഞ്ഞു. ഒരു 4 മണി 5 മണിയായപ്പോൾ ഞാൻ പറഞ്ഞു, പോകാം. അവൻ പറഞ്ഞു, വേണ്ട അച്ഛാ, എന്തൊരു രസമാണ് ഇവിടെ, അപ്പച്ചനും അമ്മച്ചിയും ചേച്ചി അനിയനും, എന്തൊരു രസമാ, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോകാം. ഞാൻ പറഞ്ഞു, ഓക്കെ. കുറച്ചുകൂടി കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു, പോയാലോ, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോകാം. അങ്ങനെ കുറേ നേരം കഴിഞ്ഞ് രാത്രി ആയപ്പോൾ ഞാൻ പറഞ്ഞു, പോകണ്ട മോനു. അവൻ പറഞ്ഞു, വേണ്ട അച്ഛാ, നാളെ പോയാലോ. ഞാൻ പറഞ്ഞു, ഇന്ന് അവിടെ ആരും ഇല്ലല്ലോ, നമുക്ക് പോകണ്ടേ മോനു. നിർബന്ധിച്ചാണ് അവനെ കൊണ്ടുവന്നത്. അവൻ പോരുന്ന വഴിക്ക് എന്നോട് പറഞ്ഞു, അച്ഛാ, അച്ഛൻ്റെ ഒരു ഭാഗ്യം, ഞാൻ എന്ത് പാപം ചെയ്തിട്ടാ ദൈവം എനിക്ക് അപ്പായെ തരാതിരുന്നത്, അമ്മയെ തരാതിരുന്നത്, ചേച്ചി അനിയനെയും. അച്ഛൻ എന്ത് ഭാഗ്യം ചെയ്തിട്ടാ എനിക്ക് അപ്പായ അമ്മായി കിട്ടിയില്ലെങ്കിലും ഒരു ചേച്ചിയെ അനിയനെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ. അവൻ കരയുന്നുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, മോനെ നീ കരയുവാണോ? അവൻ പറഞ്ഞു, ഇല്ല അച്ഛാ, കണ്ണിൽ ഒരു കരട് പോയതാ. തൃശ്ശൂരെത്തുന്നത് വരെ അവൻ്റെ കണ്ണിൽ കരട് പോക്കും കരച്ചിലായിരുന്നു. ഞാൻ അവനോട് ചോദിച്ചു, മോനെ, ഞങ്ങൾ സാധാരണ പോകുമ്പോൾ നിങ്ങൾ 2 പേരല്ലേ ഉള്ളൂ, നിങ്ങൾ എങ്ങനെ സമയം കളയുക? അവൻ പറഞ്ഞു, നിങ്ങൾ പോയി കഴിയുമ്പോൾ കുറേ നേരം TV കാണാൻ ശ്രമിക്കും, സങ്കടം വരും, ഭക്ഷണമൊന്നും കഴിക്കത്തില്ല, മൂടുണ്ടാകത്തില്ല, പിന്നെ ഉറങ്ങാന്ന് വിചാരിക്കും, ഉറക്കം വരത്തില്ല. ഞങ്ങൾ മാത്രമേ ഉള്ളൂ, നിങ്ങൾ രാത്രിയല്ലേ വരുള്ളൂ. അപ്പോൾ ഞങ്ങൾ എടുത്തു വളർത്തിയ സിസ്റ്റർമ്മയുടെ അടുത്തേക്ക് പോകും, ക്രിസ്റ്റീന സ്വാമിയിൽ. സിസ്റ്റർമ്മയുടെ അടുത്ത് വന്നിട്ട് പറയും, സിസ്റ്റർമ്മ എന്തിനാ ഞങ്ങൾ എടുത്തു വളർത്തിയത്? അന്ന് തന്നെ കൊന്നുകളയാറുന്നില്ലേ? ഞങ്ങൾക്ക് ആരും ഇല്ലെന്ന് പറഞ്ഞ് കരയുമ്പോൾ സിസ്റ്റർമ്മ മടിയേക്കെടുത്തും. സിസ്റ്റർമ്മ തലയിലൂടെ കൈവിരലുകളൊക്കെ ഓടിച്ചുകൊണ്ട് പറയും, ഓനു എന്താ പറഞ്ഞത്? ആരും ഇല്ലെന്നോ? ഞാൻ പിന്നെ ആരാടാ? ഞാൻ ആരാ? സിസ്റ്റർമ്മയ്ക്ക് അപ്പനുണ്ടായിരുന്നില്ലേ? അമ്മയുണ്ടായിരുന്നില്ലേ? ചേട്ടനും ചേച്ചി അനിയത്തിയും ഒക്കെ ഉണ്ടായിരുന്നില്ലേ? എനിക്ക് വേണമെങ്കിൽ കല്യാണം കഴിക്കാമായിരുന്നു, മക്കളുണ്ടാകുമായിരുന്നു. ഞാൻ ഇതൊക്കെ വേണ്ടെന്ന് വെച്ചത് ആർക്ക് വേണ്ടിയാ? എൻ്റെ മക്കൾക്ക് വേണ്ടിയല്ലേ? എന്നിട്ടും എന്താ പറഞ്ഞത്? ആരും ഇല്ലെന്നോ? പിന്നെ ഞാൻ ആരാടാ? അവൻ പറഞ്ഞു, സിസ്റ്റർമ്മ. പെട്ടെന്ന് സിസ്റ്റർമ്മ പറയും, മോന് വിഷമിക്കണ്ട, എൻ്റെ മക്കൾക്ക് കല്യാണം കഴിച്ച് ഭാര്യയും മക്കളും കുടുംബമൊക്കെ ആകുമ്പോൾ ഈ വിഷമൊക്കെ മാറും. മാത്രമല്ല ഇവിടെയുള്ള എല്ലാ സിസ്റ്റേഴ്സും എല്ലാവരും എൻ്റെ മക്കളുടെ സിസ്റ്ററമ്മയും ചേച്ചി സിസ്റ്റർമാരല്ലേ, എന്തിനാ എൻ്റെ മോന് വിഷമിക്കണത്? ഇവിടെയുള്ള ഉണ്ണികളൊക്കെ എൻ്റെ മോനുവിൻ്റെ അല്ലേ? അങ്ങനെ അവൻ പറഞ്ഞതിന് ശേഷം പെട്ടെന്ന് ഇവൻ എന്നോട് പറഞ്ഞു, ഇത്തവണ പോരുമ്പോൾ സിസ്റ്റർമ്മ എന്നോട് പറഞ്ഞു, മോനു, സിസ്റ്റർമ്മയ്ക്ക് പ്രായമായി, ഇനിയൊരു പക്ഷേ സിസ്റ്റർമ്മ മരിച്ചു എന്നറിയുമ്പോഴായിരിക്കും എൻ്റെ മോൻ ഇവിടേക്ക് വരണത്. എൻ്റെ മോൻ സിസ്റ്റർമ്മ ഇവിടെ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും, ജീവിച്ച് ഇരിപ്പുണ്ടെങ്കിൽ ഇല്ലെങ്കിലും, ഇതാണ് എൻ്റെ മോൻ്റെ വീട്, ഇവിടെ ഉള്ളവർ എൻ്റെ മോൻ്റെ സ്വന്തമാണ്, എൻ്റെ മോൻ ഇവിടേക്ക് വരണം. അച്ഛാ, സിസ്റ്റർമ്മ എന്ത് പെട്ടെന്ന പ്രായമായത്? സിസ്റ്റർമ്മ മരിക്കാറായെന്ന്. അച്ഛാ, സിസ്റ്റർമ്മ മരിക്കണ്ടായിരുന്നു, സിസ്റ്റർമ്മ മരിക്കാണ്ടിരുന്നാൽ മതിയായിരുന്നു. അച്ഛൻ പ്രാർത്ഥിക്കും, എൻ്റെ സിസ്റ്റർമ്മ മരിക്കണ്ട, സിസ്റ്റർമ്മയും കൂടി പോയ പിന്നെ എനിക്ക് ആരും ഇല്ലട്ടോ അച്ഛാ. അച്ഛാ, പ്രിയമുള്ളവരെ, ഞാൻ ചിന്തിക്കുമായിരുന്നു, ഈ കുഞ്ഞുമോൻ്റെ സിസ്റ്റർമ്മ എന്ന് പറയുന്ന വ്യക്തി ശാരീരികമായി ഒരു കുഞ്ഞിന് പോലും ജന്മം കൊടുത്തവളല്ല, ശാരീരികമായി ഒരു കുഞ്ഞിനെ പോലും പ്രസവിച്ച സ്ത്രീയല്ല. എന്നിട്ടും ബൈജു എന്ന് പറയുന്ന എത്രയോ മക്കളുടെ ചങ്കിൽ എഴുതപ്പെട്ട, ചങ്കിൽ തുടികൊള്ളുന്ന ഒരു അമ്മയാണ്, അമ്മ സങ്കല്പമാണ്, അമ്മ സാന്നിധ്യമാണ്, അമ്മ സാമീപ്യമാണ് എന്ന് ചിന്തിച്ചു നോക്കുക. കൊച്ചുകുട്ടികളെ പോലെ എൻ്റെ മുമ്പിൽ നിന്ന് ഈ മോൻ നിന്ന് കരയുവാണ്. തൻ്റെ സിസ്റ്ററമ്മ പ്രായമായി മരിച്ച, ഇവിടേക്ക് മടങ്ങി വരണമെന്ന ഒരു മരണത്തിൻ്റെ കാര്യം വെറുതെ സംസാരിച്ചത് ഈ കുഞ്ഞുമോനെ ഏറെ സങ്കടപ്പെടുത്തി.
ഇപ്പോഴുള്ളവരെ ഞാൻ ചിലപ്പോഴെങ്കിലും രോഗിലേപനമൊക്കെ കൊടുക്കാൻ പോകുമ്പോൾ ചില മക്കൾ എന്നോട് പറയാറുണ്ട്, അച്ഛാ ശരിക്കും അച്ഛൻ രോഗിലേപനം കൊടുത്തോളോ, ഒട്ടും കുറയ്ക്കണ്ട, വിട്ടുപോകണ്ട. ഞാൻ ചോദിച്ചെന്തേ? എത്ര നാളെന്ന് വെച്ചിട്ട് അച്ഛൻ കിടക്കണത്? അച്ഛാ ശരിക്കും കൊടുത്തോ, മരിച്ചു നോക്കോട്ടെ, അച്ഛൻ എന്തിനാ ഇങ്ങനെ കിടത്തണത്? രോഗിലേപനം കൊടുത്തു കഴിയുമ്പോൾ പറയും, അച്ഛാ അച്ഛൻ ശരിക്കും കൊടുത്തില്ലേ, 1-2 ദിവസത്തിനുള്ളിൽ പോവില്ലേ? ഇപ്പോഴുള്ളവരെ സ്വന്തം പെറ്റമ്മ പോറ്റമ്മ മരിച്ചു കിട്ടാൻ പ്രാർത്ഥിക്കുന്ന മനുഷ്യരുടെ ഇടയില് ശാരീരികമായി ജന്മം കൊടുക്കാത്തൊരു സ്ത്രീ മരിക്കാതിരിക്കാൻ കരയുന്ന ഒരു മോനെ കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഇപ്പോഴുള്ളവരെ ഞാനന്ന് തിരിച്ചറിഞ്ഞൊരു സത്യം ഇതാണ്, ഒരു സ്ത്രീ അമ്മയാകുന്നത് ശാരീരികമായി ഉണ്ണികൾക്ക് ജന്മം കൊടുത്തുകൊണ്ട് മാത്രമല്ല, സ്നേഹം കൊടുത്തും അണച്ചു പിടിച്ചും കരയാനൊരിടമില്ലാതെ സങ്കടപ്പെടുമ്പോൾ കരയാനിടമായും, ആരുമില്ലെന്ന് സങ്കടപ്പെടുമ്പോൾ ഞാനില്ലേ വാവേ എന്നൊക്കെ പറഞ്ഞ് അണച്ചു പിടിക്കുമ്പോൾ ഒരുവൾ ശാരീരിക ബന്ധത്തിൻ്റെ അല്ല സ്നേഹബന്ധത്തിൻ്റെ അമ്മയായി തീരുന്നുണ്ട്. ഇപ്പോഴുള്ളൊരു സന്യാസത്തെയൊക്കെ ഈ ഒരു കാഴ്ചപ്പാടിലൂടെ ഒന്ന് നോക്കിക്കാണേണ്ട ഒരു കാലഘട്ടമാണ്. ഇപ്പോഴുള്ളവരെ വിവാഹത്തെക്കുറിച്ച് കൊച്ചുനാൾ മുതൽ സ്വപ്നം കാണുന്ന ഒരു തലമുറയാണ് നമ്മുടേത്. പക്ഷേ ഇന്ന് സന്യാസത്തെക്കുറിച്ച് സ്വപ്നം കാണുന്ന മക്കളുടെ എണ്ണം കുറഞ്ഞു വരുമ്പോൾ സന്യാസവും പൗരോഹിത്യം എന്നൊക്കെ പറയുന്നത് 1-2 മക്കളുടെ ഉണ്ണികളുടെ അമ്മയും അപ്പനുമാകുന്ന ഒരു നിയോഗത്തിൻ്റെ മീതെ അനേകായിരം മക്കളുടെ ഓരോ ദിവസവും ഓരോ നിമിഷവും അനേകായിരം മക്കളുടെ അമ്മയാകാനുള്ള അപ്പനാകാനുള്ള നിയോഗത്തെ വിളിക്കുന്ന പേരല്ലേ പൗരോഹിത്യവും സന്യാസവും എന്നൊക്കെ പറയണത്. ഇപ്പോഴുള്ളവരെ ശാരീരികമായ സ്വാഭാവികമായ സൃഷ്ടിപരതയായിരുന്നു ഒരു ജന്മത്തിന്റെ പൂർണ്ണതയെങ്കിൽ, ഒരു ജീവിതത്തെ സ്വർഗത്തോളം പടർത്തുന്നത് എങ്കിൽ യേശു അറിയേണ്ടിയിരുന്നത് ഒരു കടുകുമണി മുളച്ചു പൊന്തി അതിൽ ശിഖരങ്ങളുണ്ടായി അതിൽ നിറയെ കടുകുമണി ഉൽപ്പാദിപ്പിച്ചതുപോലെയാണ്. കടുകുമണി ഉൽപാദനമാണ് കടുകുമണിത്തൈയുടെ പൂർണ്ണത. അല്ല ഒരു കടുകുമണിയുടെ ജീവിതത്തിന്റെ സാഫല്യം. നീ കടന്നു പോകുന്നതിന് മുമ്പ് എത്ര പേർക്ക് നീ കൂടായി തീറ്റിയായി ഇരിപ്പിടമായി എന്നത് മാത്രമാണ്. ഞാൻ മുമ്പ് ഉണ്ടായിരുന്ന ഇടവകയിലെ 2 സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, കൊച്ചു സിസ്റ്റേഴ്സാണ്. അവര് 10ാം ക്ലാസ്സിൽ 11ാം ക്ലാസ്സിലൊക്കെ അവരാണ്. അങ്ങനെ അവർക്ക് 3 വർഷത്തിന് ശേഷം ട്രാൻസ്ഫർ ആയി പോകുമ്പോൾ എൻ്റെ അൾത്താരപാലന്മാരായ കുട്ടികൾ എൻ്റെ ക്ലാസ്സിൽ എൻ്റെ മുറിയിൽ വന്നിരുന്നു. അവര് തലകുനിച്ച് ഏറെ വിഷമമുള്ളതുപോലെ. ഞാൻ ചോദിച്ചു, എന്താടാ ഒരു മൂഡ് ഔട്ട്, എന്തു പറ്റി, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ, എന്താ വർത്താനൊന്നും പറയാതെ? എന്നോട് പറഞ്ഞു, അച്ഛാ നമ്മുടെ ലിറ്റി തെരേസ് എന്ന് പറയുന്ന സിസ്റ്ററും ഗ്രേസ് തോമസ് എന്ന് പറയുന്ന സിസ്റ്ററും ഒക്കെ സ്ഥലം മാറി പോവാ. അച്ഛാ അവര് പോണ്ട, അവര് ഞങ്ങൾക്ക് ചേച്ചീനെ പോലെ ആർന്നു, ഞങ്ങളുടെ ചേച്ചി തന്നെയാർന്നു. അവര് പോയാ അവര് കാരണം ഞങ്ങൾ എന്നിപ്പോ കുറുവാരിക്ക് വരണത്, ഞങ്ങൾ കുറുമ്പ് കാണിക്കാണ്ടിരിക്കണത്. അവര് ചേച്ചിയേക്കാളും വലിയ ചേച്ചി ആർന്നു. അച്ഛാ ആരുടെ അടുത്ത് പോയി പറഞ്ഞാലാ ട്രാൻസ്ഫർ റദ്ദാക്കാൻ പറ്റാ, നമുക്ക് പോവാ, അവര് വീടുണ്ട് അച്ഛാ, അച്ഛന്റെ സ്വാധീനം ഉപയോഗിക്ക്, അവരെ നമുക്ക് പിടിച്ചു നിർത്തണം, അവര് ഞങ്ങൾക്ക് ചേച്ചി സിസ്റ്ററാ. ഞാൻ വിചാരിച്ചു ഈ കുട്ടികൾക്ക് അവരുടെ വീട്ടിൽ ചേച്ചിയുണ്ട്, അനിയത്തിയുണ്ട്, ശാരീരികമായ ബന്ധത്തിന്റെ ചേച്ചിയും അനിയത്തിയും ഒക്കെ. ഇപ്പോഴുള്ളവരെ എന്നിട്ട് ഈ 2 സിസ്റ്റേഴ്സിനെ കുറിച്ച് അവർ ഞങ്ങളുടെ ചേച്ചി സിസ്റ്ററാണ്, ചേച്ചിയേക്കാളും വലിയ ചേച്ചിയാണെന്നൊക്കെ പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ചിന്തിച്ചു, ഇപ്പോഴുള്ളവരെ ഒരു അമ്മയുടെ അപ്പൻ്റെയും ശരീരത്തിൽ നിന്ന് ഉടലെടുക്കുന്നതാണോ, രക്തബന്ധമാണോ ഒരുവനെ ചേച്ചിയും ചേട്ടനും ഒക്കെ ആക്കണത്? ഇപ്പോഴുള്ളവർ ആ കുഞ്ഞുമക്കൾ എന്നെ പഠിപ്പിച്ചു, സ്നേഹം കൊടുത്തും അണച്ചു പിടിച്ചും കൂട്ടുകൂടിയും കൂട്ടായി നിൽക്കുമ്പോഴും തിരുത്തലായും ശാസനയായും സാമീപ്യമായി തീരുമ്പോൾ പ്രോത്സാഹനമായും നേർവഴിയായും രൂപാന്തരപ്പെടുമ്പോൾ ഒരുവൾ കുറേയേറെ മക്കൾക്ക് ചേച്ചിയായി തീരുന്നുണ്ട്, കുറേയേറെ മക്കൾക്ക് ചേട്ടനായി തീരുന്നുണ്ട്. ഇപ്പോഴുള്ളവരെ ഒരു വ്യക്തി ചേച്ചിയും ചേട്ടനും ആകുന്നത്, സാഹോദര്യം എന്ന് പറയുന്നത് രക്തബന്ധത്തിലൂടെ കിട്ടേണ്ടത് മാത്രമല്ലല്ലോ, സ്നേഹബന്ധം കൊണ്ട് കർമ്മബന്ധം കൊണ്ട് ഒരു ചേട്ടന്റെയും ചേച്ചിയുടെയും സാധ്യത ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ട് എന്നത് നമ്മൾ ചിന്തിപ്പിക്കണം. ഇപ്പോഴുള്ളവർ ഇന്ന് പൗരോഹിത്യത്തെ സന്യാസത്തെയൊക്കെ ഇങ്ങനെ കൂടെ ഒന്ന് നോക്കിക്കാണാനാകട്ടെ. 1-2 കുഞ്ഞാങ്ങളുടെയും കുഞ്ഞപ്പിങ്ങളുടെയും
കുഞ്ഞേട്ടൻ്റെയൊക്കെ സഹോദരിയാകാനുള്ള ഒരു സാധ്യതയുടെ മീതെ ചെല്ലുന്നിടങ്ങളിലെല്ലാം കാണുന്നവരെയെല്ലാം അവരുടെയെല്ലാം മനസ്സിൽ ചങ്കിൽ ഒരു ചേച്ചി സിസ്റ്റർ ആകാൻ, ഒരു അച്ഛൻ ചേട്ടനാകാൻ ദൈവം നൽകുന്ന ഒരു പുണ്യത്തിന് വിളിക്കുന്ന പേര് കൂടിയാണ് സന്യാസവും പൗരോഹിത്യം എന്നൊക്കെ പറയണത്. പ്രിയമുള്ളവരെ, ഇങ്ങനെ കൂടെ ഒന്ന് നോക്കിക്കാണാൻ. എന്തോരം മക്കളാണ് അപ്പനാരാണ് അമ്മയാരാണ് എന്നറിയാതെ കരയുന്നത് എന്നറിയൂ? ആരുമില്ല എന്ന് സങ്കടപ്പെടുന്നത് എന്നറിയാമോ? എല്ലാവരും ഉണ്ടായിട്ടും ഒന്നുമില്ലാത്തതുപോലെ സ്നേഹത്തിനു വേണ്ടി കൊതിക്കുന്ന കുറേയേറെ മക്കളുടെ ഒരു നാട്ടിലെ പ്രിയമുള്ളവരെ, നമുക്ക് അങ്ങനെ ഒരു ജീവിതത്തെ വെറും സൃഷ്ടിയേക്കാളേറെ ജീവിതത്തിൻ്റെ സ്നേഹം കൊണ്ട്, സ്നേഹത്തിൻ്റെ അണച്ചുപിടിക്കലുകൾ കൊണ്ട് നമുക്ക് ഒരു പുണ്യമായി തീരാൻ സാധിക്കൂ. ഞാൻ ഈ അടുത്ത് വായിച്ചൊരു പുസ്തകത്തിൽ ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ട്, ആറ്റുതീരത്തെ വൃക്ഷമായി തീരുക. പ്രിയമുള്ളവരെ, ആറ്റുതീരത്തെ വൃക്ഷം, അതിലൂടെ കടന്നു പോകുന്ന എത്രയോ മക്കൾക്ക്, തളർന്നവശരായവർക്ക് അത് ഇരിപ്പിടമാകുന്നുണ്ട്, അത് ചാരിയിരിക്കാൻ ഒരു ഇടമാകുന്നുണ്ട്, അത് ആശ്വാസം കൊള്ളാൻ ഒരു ഇടമായി തീരുന്നുണ്ട്. അതിൻ്റെ ഇലകൾ വീശി ആ മനുഷ്യന്, ആ യാത്രികന് അത് കാറ്റായി തീരുന്നുണ്ട്, കുളിർക്കാറ്റായി, കുളിർമയായി രൂപാന്തരപ്പെടുന്നുണ്ട്. അതിലെ മാമ്പഴം വിറ്റ് വീഴ്ത്തിയിട്ട് ആ മനുഷ്യന് തീറ്റയായി തീരുന്നുണ്ട്. പ്രിയമുള്ളവർ, അതിനുശേഷം ഈ മനുഷ്യൻ കടന്നുപോയതിനു ശേഷം ഒരു ആറ്റുതീരത്തെ വൃക്ഷത്തിൻ്റെ ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. അതിൻ്റെ ഇലകൾ പിന്നീട് എത്രയോ ചെടികൾക്ക്, മരങ്ങൾക്ക് വളമായി തീരുന്നുണ്ട്. അതിൻ്റെ കമ്പുകൾ എത്രയോ ഭവനങ്ങളിൽ വിറകായി രൂപാന്തരപ്പെടുന്നുണ്ട്. അതിൻ്റെ മരം എത്രയോ ഫർണിച്ചറുകളായി രൂപാന്തരപ്പെടുന്നുണ്ട്. അവസാനം വേരുപോലും കരകൗശല വസ്തുവായി വീടുകളിൽ അലങ്കാരമായി രൂപാന്തരപ്പെടുന്നുണ്ട്. അവസാനം അതിൻ്റെ ചപ്പുചവറുകളും വേസ്റ്റുകളും ചാരമായി പിന്നെയും വളമായി തീരുന്നു. ഒരു വൃക്ഷത്തിൻ്റെതെല്ലാം, ഒരു വൃക്ഷത്തിൻ്റെ ജീവിതത്തിൻ്റെയും ജീവിതാവസാനത്തിൻ്റെയും എല്ലാം മറ്റുള്ളവർക്കായി വ്യയം ചെയ്യപ്പെടുന്ന ഒരു ആറ്റുതീരത്തെ വൃക്ഷമായി തീരുക എന്ന് പറയുന്നത് ഒരു ജീവിതത്തിൻ്റെ പുണ്യമല്ലേ? പ്രിയമുള്ളവരെ, വിശുദ്ധ മദർ തെരേസ കൽക്കട്ടയിലെ എത്രയോ മക്കളുടെ അമ്മയായി തീർന്നു. അവൾ അമ്മയായത് ശാരീരികമായി പ്രസവിച്ചത് കൊണ്ടൊന്നുമല്ല. ആരുമില്ലാത്ത മക്കൾക്ക് ആരൊക്കെയായി തീരുമ്പോൾ, എന്തൊക്കെയോ ആയിത്തീരുമ്പോൾ, സ്നേഹം കൊണ്ട് അണച്ചു പിടിക്കുമ്പോൾ, സ്നേഹം ചാലിച്ചത് എന്തെങ്കിലും കൈമാറുമ്പോൾ, ഓരോരുത്തരുടെ ചങ്കിലും മനസ്സിലും ഒരു അമ്മ, ഒരു അപ്പൻ ഉടലെടുക്കുന്നുണ്ട്. ആയിത്തീരാനാകട്ടെ. പ്രിയമുള്ളവരെ, യേശു സ്വർഗത്തിലേക്ക് നമ്മളെ വലിച്ചു നീട്ടുന്നത് ഒരു കടുകുമണി തൈയുടെ ജീവിതത്തിൻ്റെ സാധ്യതകൾക്ക് മീതെ പറവകളെ ചേക്കേറ്റിക്കൊണ്ടാണ്. നമുക്കും സ്വർഗത്തോളം പടരാൻ, ഒന്നോ രണ്ടോ മക്കൾക്ക് ജന്മം കൊടുത്ത് നിർവൃതി അടയുന്ന, വളർത്തി വലുതാക്കിയതിൻ്റെ പുണ്യമല്ല, മറിച്ച് ഈ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും, ഓരോ സ്നേഹത്തിൻ്റെ നിമിഷങ്ങളും സാധ്യതകളും മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവെച്ചുകൊണ്ട്, മറ്റുള്ളവരെ അണച്ചു പിടിച്ചുകൊണ്ട്, മറ്റുള്ളവർക്കായി രൂപാന്തരപ്പെട്ടുകൊണ്ട്, മറ്റുള്ളവരെ എൻ്റേതാണെന്ന് കണക്കാക്കിക്കൊണ്ട് കൂടെ ആകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആമേൻ.